ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് വാണി എന്നാണ്. ഞാൻ ലേൺ ബേസിലെ അക്കാഡമിക് മെന്ററാണ്. നമ്മൾ ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് OP സെക്ഷൻ 9 ആയിട്ടുള്ള സിലബസ് ഡീകോഡിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഇന്ന് എൻ്റെ കൂടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് BCMലെ തന്നെ മെന്ററായിട്ടുള്ള അനു മാം ഉണ്ട്. കൂടാതെ തന്നെ റെക്കോർഡിംഗ് സപ്പോർട്ടിനായിട്ട് രാഗി മാമും ഈ ഒരു സെഷനകത്ത് നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മൾക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ സെഷൻസിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ ഗോൾ സെറ്റിംഗ്സും അതേപോലെ ഗോൾ സെറ്റിംഗ്സിന്റെ ഡിറക്ഷനും പിന്നെ ലേൺ ബേസിന്റെ ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കോമൺ സെഷൻ ആയിരുന്നു. നമുക്ക് അലൂമിൻ മീറ്റും ഫാമിലി മീറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മൾ സബ്ജക്ട് ഓറിയന്റഡ് അല്ലെങ്കിൽ പ്രോഗ്രാം ഓറിയന്റഡ് സെഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് BCMല് നമുക്ക് എന്തെല്ലാം പേപ്പേഴ്സ് ആണ്, എന്തെല്ലാം കോഴ്സുകളാണ് പഠിക്കാനുള്ളത്, പിന്നെ ഓരോ കോഴ്സിന്റെയും അണ്ടറിലുള്ള കാര്യങ്ങൾ സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു സെഷനകത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സിലബസ് ഡീകോഡിംഗ് അല്ലെ സിലബസ് മാപ്പിംഗ് നോക്കുന്നത് ബാച്ചുലർ ഓഫ് സയൻസ് BCM BSc BCMല് നമുക്ക് പഠിക്കാനുള്ള കോഴ്സസ് എന്തൊക്കെയാണ്? കോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഗ്നോയില് കോഴ്സസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മുടെ റീസെന്റ് യൂണിവേഴ്സിറ്റീസിലൊക്കെ നമ്മൾ സബ്ജക്ട് ഏതാണ് എന്നൊക്കെയായിരിക്കും, നമ്മൾ ഏതാണ് നിങ്ങൾ പഠിക്കുന്ന വിഷയം ഏതാണെന്നായിരിക്കും. പക്ഷെ ഇഗ്നോയില് വിഷയം അല്ലെങ്കിൽ സബ്ജക്റ്റിനെ നോട്ട് ചെയ്യുന്നത് കോഴ്സസ് എന്നും ആ കോഴ്സസിന്റെ അണ്ടറിൽ വരുന്ന മൊഡ്യൂൾസിനെയാണ് നമ്മൾ മൊഡ്യൂൾ എന്ന് ടേം ചെയ്യുന്ന പല ഖണ്ഡങ്ങളായിട്ട് തിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്ന വേർഡാണ് എന്തെന്ന് പറയുന്നത് ബ്ലോക്ക് എന്ന്. അപ്പൊ ശ്രദ്ധിച്ചോളൂ, കോഴ്സസ് ചെയ്ത് നമ്മൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്തും അതേപോലെ എക്സാംസിൽ പോകുന്ന സമയത്തൊക്കെ നമ്മളോട് ചോദിക്കും ഏത് കോഴ്സ് ആണ്. കോഴ്സസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും കോഴ്സിന്റെ അണ്ടറിൽ വരുന്ന സബ് ഡിവിഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഗൈൻ ഡിവൈഡ് ചെയ്യുന്നു യൂണിറ്റുകളായിട്ട്. പിന്നെ നമുക്കുള്ളത് ക്രെഡിറ്റ്സ് ആണ്. ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന്റെ മൂല്യമാണ്. ഹൈ ക്രെഡിറ്റ്സ് ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നാണ് അർത്ഥം. അപ്പം ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിന്റെയും മൂല്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിനാണ്. ഇപ്പൊ ചില കോർ പേപ്പർ ഒക്കെ 6ഉം 8ഉം ഒക്കെ ക്രെഡിറ്റ് വരാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സബ്ജക്റ്റിൽ നോക്കിയാൽ 4ഉം 2ഉം ഒക്കെ ക്രെഡിറ്റ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ ആണ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിന്റെയും വാല്യൂവിനെയാണ്, വെയിറ്റേജിനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഈ ഒരു നമ്മുടെ സിലബസ് ഡീകോഡിംഗ് എന്നൊരു സെഷന്റെ ഔട്ട്കം, ഇതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ക്ലാരിറ്റി. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു BSCM എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എങ്ങനെ നമ്മൾ ആ ഒരു പ്രോഗ്രാമിനെ സ്ട്രക്ചറൈസ് ചെയ്യുന്നു, ഏത് രീതിയിലാണ് അതിന്റെ ആ ഒരു സബ്ജക്ട് പഠിക്കുന്നതിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, ഈ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിയുന്നതിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതേപോലെ തന്നെ അതിന്റെ ക്രെഡിറ്റ് നാവിഗേഷൻ, അതിന്റെ വെയിറ്റേജ്, ഓരോ പേപ്പറിന്റെ വെയിറ്റേജ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് മാർക്കിംഗ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് നമ്മൾ എങ്ങനെ ഇതിനെ പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. കൂടാതെ അനദർ റിസോഴ്സസ് അവൈലബിലിറ്റി, ലാംഗ്വേജിന്റെ ആപ്ലിക്കേഷനകത്ത് ആസ് എ സ്റ്റുഡന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് ചെക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് അജണ്ട, മെയിൻ ആയിട്ട് തന്നെ ഈ ഒരു സെക്ഷന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സ്ട്രക്ചറൈസേഷൻ, നമ്മളുടെ ഒരു പ്രോഗ്രാമിനെ എങ്ങനെ യൂണിവേഴ്സിറ്റി സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അതിനെ നമുക്ക് ഒറ്റ ഇതിൽ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു എക്സ്റ്റൻഷൻ യൂണിവേഴ്സിറ്റി തരുന്നത്. അപ്പൊ നമുക്ക് ഓൺ ബോർഡിങ്ങിന്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയില് BSCMന്റെ സിലബസ് എടുത്ത് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡ്യൂറേഷൻ കാണാനായിട്ട് സാധിക്കും. ആസ് എ ഡിഗ്രി കോഴ്സുകൾക്കെല്ലാം യൂണിവേഴ്സിറ്റി 5 to 6 ഇയേഴ്സ് ഡ്യൂറേഷൻ കൊടുക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കൂടുതൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻസ് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് വേറെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ ക്ലാസ്സസ് കൊണ്ടുപോകാൻ പറ്റാത്തതായിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ യൂണിവേഴ്സിറ്റി എപ്പോഴും നമ്മുടെ ആ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രക്ചറൈസ് ചെയ്യുന്നത് ആ ഒരു ഇതിൽ എല്ലാവർക്കും ഫീസിബിൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതിനെ സ്ട്രക്ചറൈസ് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത് പ്രോഗ്രാം വൈസ് ഓവർവ്യൂ ആണ്. ഒരു പ്രോഗ്രാം വൈഡ് ഓവർവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന BSCM എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. പൊതുവെ ഡൗട്ട് തന്നേക്കാം, കോഴ്സ് അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ കോഴ്സ് ഏതാ ചെയ്യുന്നത്, ഇപ്പൊ MBA ചെയ്യുന്നു അല്ലെ BSc ഫിസിക്സ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ
പ്രോഗ്രാം എന്നാണ് പറയുന്നത്. ആ പ്രോഗ്രാമിന്റെ അണ്ടറിൽ പഠിക്കുന്ന സബ്ജക്റ്റുകളെയാണ് നമ്മൾ കോഴ്സസ് എന്ന് നോട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പ്രോഗ്രാമിന്റെ ഓവർവ്യൂ അല്ലെ പ്രോഗ്രാമിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ദെയർ ആഫ്റ്റർ സിലബസ് ഡീകോഡ് ഫസ്റ്റ് ഇയറിൽ BSCMൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റിനെയും നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ സ്ട്രക്ചറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിസോഴ്സസ് ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ നമുക്ക് ലേൺവൈസിന്റെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്താണെന്നും ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അഡ്വാൻസ് ലേണിംഗ് ടൂൾസ് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസ് ലേണിംഗ് ടൂൾസ് എന്തൊക്കെയാണെന്നും നമുക്ക് ലാസ്റ്റിൽ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രക്ചറൽ ഹയറാർക്കിയാണ്. അവിടെ ഫസ്റ്റ് വരുന്നത് നമ്മളുടെ പ്രോഗ്രാമാണ്. പ്രോഗ്രാമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇയർലി ടേം എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഇയർലി കോഴ്സ് ആണ്. അസൈൻമെന്റ്സും അതേപോലെ തന്നെ സെമസ്റ്റർ എക്സാംസും നമുക്ക് ഇയർലി ആണ് വരുന്നത്. ദെൻ എഗെയിൻ നമ്മൾ ആ ഇയർലി കാര്യങ്ങൾ അതിന്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം കോഴ്സസിലേക്ക് കടക്കുകയാണ്. ഓരോ കോഴ്സസ് വൈസ് എടുത്തിട്ട് അതിന്റെ ബ്ലോക്ക് യൂണിറ്റ് വൈസ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അടുത്തത് ഡീകോഡിംഗ് കോഴ്സ്. കോഴ്സ് എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്? നമ്മുടെ കോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പൊ നമ്മുടെ ഒരു കോഴ്സ് ഒരു സബ്ജക്ട് BSCMൽ നമ്മളുടെ ഒരു സബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് BCHCT131 എന്ന് പറയുന്നത്. അതിലെ B എന്ന് നോട്ട് ചെയ്യുന്നത് എന്താണ്? ബാച്ചിലർ എന്നും CH എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഏതാണ്? കെമിസ്ട്രിയോ, അപ്പൊ ഫിസിക്സ് ആണെങ്കിൽ PH, സുവോളജി ആണ് ZY, അതുപോലെ BY ബോട്ടണി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരത്തില്ലേ, മാത്സ് ആണ് MT എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ, അതാണ്. അപ്പൊ CH എന്ന് പറഞ്ഞാൽ അതത് ഡിസിപ്ലിനെ കാണിക്കുകയും T അല്ലെങ്കിൽ L എന്ന് പറയുന്നത് കോഴ്സ് ടൈപ്പ് എന്നാണ്. അപ്പൊ തിയറി ആണെങ്കിൽ എന്താണ് നമുക്ക് വരുന്നത്? ടിയും, അതേപോലെ ലാബ് ആണെങ്കിൽ ലബോറട്ടറി ആണെങ്കിൽ എല്ലുമായിരിക്കും വരുന്നത്. അപ്പൊ CL എന്നാണെങ്കിൽ ലാബും CT എന്നാണെങ്കിൽ തിയറിയുമാണ്. പിന്നെ കോഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് പറയുന്നത് എന്ത്? 131 എന്ന് പറയുന്നത് അതിന്റെ നമ്പറിനെ നോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സെഷനകത്ത് ബ്ലോക്ക് വൈസ് അല്ലെ യൂണിറ്റ് വൈസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിനകത്തിൽ കോഴ്സ് ആയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് BCHCT131 അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ബ്ലോക്ക് 1, ബ്ലോക്ക് 2. അപ്പൊ ബ്ലോക്ക് 1ൽ മൊത്തത്തിൽ നമുക്ക് 5 യൂണിറ്റ് ഉണ്ട്. ആ 5 യൂണിറ്റ് എന്താണെന്നും അവിടെ പറയുന്നുണ്ട്. എഗെയിൻ എന്താണ് ബ്ലോക്ക് 2 എന്താണ്? ബ്ലോക്ക് 2ൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് പറയുന്നത്. അതേപോലെ ഓരോ സബ്ജക്റ്റിനെയും പറ്റി നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ഡീകോഡിങ്ങിന്റെ സെഷനിൽ പറയുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് ഉള്ളൊരു ഡൗട്ടാണ്, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രെഡിറ്റ് എന്ന് പറയുന്നത് വെയിറ്റേജ് ആണ്. ഓരോ പേപ്പറിന്റെയും വെയിറ്റേജ് ആണ് ഈ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഈ 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 30 അവേഴ്സ് എന്നാണ്, 30 മണിക്കൂർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തിയറി പേപ്പറുകൾക്ക് എത്രയാണ് ക്രെഡിറ്റ് വരുന്നത്? 4 ക്രെഡിറ്റും അതേപോലെ തന്നെ ലാബ് പേപ്പറുകൾക്ക് എത്രയാണ്? 2 ക്രെഡിറ്റുമാണ് വരുന്നത്. അപ്പൊ തിയറി പേപ്പർ ഓരോന്നും കവർ ചെയ്യാൻ നമുക്ക് വേണ്ടത് എത്രയാണ്? 4 ഇൻറ്റു എന്ന് വെച്ചാൽ 4 ക്രെഡിറ്റ് ആണ്. 4 ഇൻറ്റു 30 ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 അവേഴ്സ് ആണ്. അപ്പൊ 4 ക്രെഡിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 120 അവേഴ്സ്. അപ്പോൾ തിയറിയിലെ ഒരു പേപ്പർ പഠിച്ചെടുക്കാൻ നമ്മൾ ഡിവോട്ട് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 120 അവേഴ്സ് ആണ്. അതേപോലെ ലാബിന് വേണ്ടിയിട്ട് എത്രയാണ്? 2 ഇൻറ്റു 30 എന്ന് പറയുന്നത് എത്രയാണ്? 60 അവേഴ്സും ആണ് നമ്മൾ ഒരു ലാബിന്റെ പേപ്പർ ക്ലിയർ ചെയ്യാൻ എടുക്കേണ്ടത്. പഠിക്കേണ്ട ടൈമാണ്. അപ്പൊ വെയിറ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് ആ ഒരു സബ്ജക്റ്റിന്റെ ടഫ്നെസ്സും അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈമും കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സിലബസ് ഡീകോഡിംഗ് എന്താണ് സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ സിലബസ് ഡീകോഡിംഗിൽ തിയറിയും ലാബ് കോഴ്സും അതേപോലെ രണ്ടിന്റെയും ബ്ലോക്കും യൂണിറ്റും വൈസും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിലബസിന്റെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ മെന്ററായിട്ടുള്ള അനു മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു. സോ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഡീകോഡ് ചെയ്ത് നോക്കാം. നമുക്കറിയാം നമുക്ക് മെയിൻലി 11 കോമ്പിനേഷൻസ് വരുന്നുണ്ട്. കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, സുവോളജി, ബോട്ടണി, ജിയോളജി ഒക്കെ വെച്ചിട്ട് നമ്മൾ മെയിൻലി ലേൺ വൈസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 കോമ്പിനേഷൻസ് ആണ്. ഒന്ന് കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ്, പിന്നെ സുവോളജി, ബോട്ടണി, കെമിസ്ട്രി. ഈ 2 കോമ്പിനേഷൻസ് ആണ് മെയിൻലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് കംപ്ലീറ്റ്ലി മെറ്റീരിയൽസും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ബ്ലോക്സ് വരുന്നത്, അതിൽ ഏതൊക്കെയാണ് യൂണിറ്റ്സ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം.
നമുക്ക് ആദ്യം നമ്മുടെ കോഴ്സ് കോഡും ഓരോ സബ്ജക്റ്റിലും എത്ര വെച്ചിട്ടാണ് വരുന്നത്, എത്ര ലാബാണ് വരുന്നത്, അത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യം നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ കെമിസ്ട്രിയുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് BCH-CT131. ഫസ്റ്റ് ഇയറിലെ കോഴ്സസ് ആണ് നമ്മൾ കംപ്ലീറ്റ്ലി ഇപ്പോ നമ്മൾ സിലബസ് ഡീകോഡിങ്ങിൽ ചെയ്യുന്നത്. BCH-CT131 നമുക്ക് വരുന്നത് അറ്റോമിക് സ്ട്രക്ചർ, ബോണ്ടിങ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് അസെപ്റ്റിക് ഹൈഡ്രോകാർബൺസ്. ഇത് നമ്മുടെ തിയറി പേപ്പറാണ്. ഈ പേപ്പറിന് നമുക്ക് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കെമിസ്ട്രിയിൽ വരുന്ന പേപ്പർ എന്ന് പറയുന്നത് BCH-CT133 ആണ്. കെമിക്കൽ എനർജറ്റിക്സ്, ഇക്വിലിബ്രിയ ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. ഓക്കെ, ഇത് തിയറി പേപ്പർ ആണ്. ക്രെഡിറ്റ് വരുന്നത് 4 ആണ്. അപ്പൊ കെമിസ്ട്രിയിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 2 പേപ്പേഴ്സ് ആണ് വരുന്നത്. ഈ 2 പേപ്പേഴ്സിനും ക്രെഡിറ്റ് 4 ആണ് വരുന്നത്. ഇനി ഇതിന്റെ രണ്ടിന്റെയും നമുക്ക് ലാബ് വരുന്നുണ്ട്. ഈ 2 പേപ്പറിന്റെയും ലാബ് വരുന്നുണ്ട്. ഈ 2 പേപ്പറിന്റെ ലാബിന് നമുക്ക് ക്രെഡിറ്റ് വരുന്നത് 2 ആണ്. അതിന്റെ നമ്മുടെ പേപ്പറിന്റെ കോഡ് വരുന്നത് BCH-CL132 BCH-CL ലാബ് വരുന്നോണ്ടാണ് L 134 വരുന്നത്. 132 134 ഇത് രണ്ടും നമുക്ക് ലാബാണ് വരുന്നത്. ഇനി നമ്മള് മാത്സ് കോമ്പിനേഷൻ എടുത്തിരിക്കുന്നവരാണെങ്കിൽ മാത്സിൽ നമുക്ക് 2 പേപ്പേഴ്സ് ആണ് വരുന്നത്. രണ്ടിനും 4 ക്രെഡിറ്റ് വെച്ചിട്ടാണ് വരുന്നത്. നമുക്ക് മാത്സിന് നമുക്ക് ലാബില്ല. മാത്സിൽ നമുക്ക് BMT-C131 കാൽക്കുലസ് തിയറി പേപ്പർ 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. BMT-C132 ഡിഫറൻഷ്യൽ ഇക്വേഷൻ തിയറി പേപ്പർ ആണ് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് വരുന്നത് ഫിസിക്സിലാണ്. ഫിസിക്സിൽ നമുക്ക് BPH-CT131 മെക്കാനിക്സ് ആണ്. ഇതിന് നമുക്ക് 4 ക്രെഡിറ്റ് ആണ്, തിയറി പേപ്പർ ആണ്. ആൻഡ് BPH-CT133 ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ഓൾസോ ഇറ്റ്സ് തിയറി പേപ്പർ 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ ലാബ് വരുന്നുണ്ട്. ഓക്കെ, ഇനി സുവോളജിയിലേക്ക് വരുമ്പോഴേക്കും BZYT-CT131 അനിമൽ ഡൈവേഴ്സിറ്റി തിയറി പേപ്പർ ആണ്. ആൻഡ് BZY-CT133 നമുക്ക് ഡെവലപ്മെന്റൽ ബയോളജി ആൻഡ് വെർട്ടിബ്രേറ്റ്സ് ആണ് വരുന്നത്. തിയറി പേപ്പർ ആണ്. നമുക്ക് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ലാബ് വരുന്നുണ്ട്. നമുക്ക് മാത്സിന് മാത്രമാണ് നമുക്ക് ലാബ് ഇല്ലാതെ വരുന്നത്. ബാക്കി നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണിക്ക് എല്ലാം നമുക്ക് ലാബ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ബോട്ടണി ആണ്. ബോട്ടണി BBY-CT131 ബയോ ഡൈവേഴ്സിറ്റി. അതിൽ നമുക്ക് മൈക്രോബിയസ്, ആൽഗി, ഫംഗി അതിനെ കുറിച്ചൊക്കെയാണ്. നമുക്ക് അത് യൂണിറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. അതിനകത്ത് നമുക്ക് തിയറി പേപ്പർ ആണ് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. BBY-CT133 പ്ലാന്റ് എക്കോളജി ആൻഡ് ടാക്സോണമി തിയറി പേപ്പർ ആണ് 4 ക്രെഡിറ്റ്. ഇതിന്റെ രണ്ടിന്റെയും ലാബ് വരുന്നുണ്ട്. BBY-CL132 ആൻഡ് BBY-CL134 2 ക്രെഡിറ്റ്സ് വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് ജിയോഗ്രഫി. ജിയോഗ്രഫിയുടെ നമുക്ക് മെറ്റീരിയൽ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക്, പക്ഷെ എന്നാലും 1-2 പേര് അത് ജിയോഗ്രഫി, ജിയോളജി കോമ്പിനേഷൻ എടുത്തിരിക്കുന്നുണ്ട്. വളരെ 1-2 പേര് മാത്രമാണ് ആ കോമ്പിനേഷൻ എടുത്തിട്ടുള്ളൂ. നമുക്ക് BGG-CT131 ഫിസിക്കൽ ജിയോഗ്രഫിയും BGG-CT132 ഹ്യൂമൻ ജിയോഗ്രഫി ആണ്. ആൻഡ് ജിയോളജിയിലേക്ക് വരുമ്പോഴേക്കും BGY-CT131 ഇവിടെ ജിയോഗ്രഫിക്ക് നമുക്ക് ലാബ് വരുന്നില്ല കേട്ടോ, ജിയോളജിക്കാണ് ലാബ് വരുന്നത്. ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ജിയോളജി 4 ക്രെഡിറ്റ് ആണ്. BGY-CT133 മിനറലോളജി ആൻഡ് എക്കണോമിക് ജിയോളജി ക്രിസ്റ്റലോഗ്രഫി ആണ് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ രണ്ടിനും ഇതിന്റെ ലാബ് വരുന്നുണ്ട്. 2 ലാബ് വരുന്നുണ്ട്. 2 ക്രെഡിറ്റ് ആണ്. BGY-CL132 ആൻഡ് BGY-CL134. ഇനി ഇലക്ടീവ്സ് ആൻഡ് കോമൺ പേപ്പേഴ്സ് ആണ്. കോമൺ പേപ്പേഴ്സ് ആണ് നമ്മുടെ ഡിഗ്രിയുടെ. ഇലക്ടീവ്സും കോമൺ പേപ്പേഴ്സ് ആണ്. BSO-G171 ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇമേജസ് ഓഫ് റിയാലിറ്റീസ് തിയറി പേപ്പർ ആണ്. ക്രെഡിറ്റ് കൂടുതലാണ്, നമുക്ക് 6 ക്രെഡിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ
BAG171 ഡിസാസ്റ്റർ മാനേജ്മെന്റ് തിയറി പേപ്പർ ആണ്, 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് തിയറി പേപ്പർ ആണ്, 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ആൻഡ് BEDSV01 വാല്യൂ എഡ്യൂക്കേഷൻ തിയറി പേപ്പർ ആണ്, 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഗ്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ 4 സബ്ജക്ട്സിന് നമുക്ക് കംപ്ലീറ്റ്ലി വീഡിയോ ക്ലാസ്സസും നമ്മുടെ നോട്ട്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഈ സബ്ജക്റ്റുകൾക്ക് നമുക്ക് മെറ്റീരിയൽ സപ്പോർട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. BMD G171 സൊസൈറ്റി ആൻഡ് കൾച്ചർ 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. BPY 101 അപ്ലൈഡ് മെറ്റീരിയൽ ഒള്ളി എത്തിക്സ് തിയറി പേപ്പർ ആണ്, 6 ക്രെഡിറ്റ് ആണ്. BAB G171 അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ തിയറി പേപ്പർ ആണ്, 6 ക്രെഡിറ്റ് ആണ്. BEGG 171 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ തിയറി പേപ്പർ ആണ്, മെറ്റീരിയൽ സപ്പോർട്ട് ആണ് കൊടുക്കുന്നുള്ളൂ, 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. ദെൻ ജനറൽ സൈക്കോളജി തിയറി പേപ്പർ 6 ക്രെഡിറ്റ്. ഇത്രയാണ് നമ്മുടെ മെയിൻലി നമ്മുടെ പേപ്പേഴ്സ് പറയുന്നത്. നമുക്ക് ഇപ്പോഴും നമുക്ക് ഓരോ സബ്ജക്റ്റിനും 2 പേപ്പേഴ്സ് 4 ക്രെഡിറ്റ് വരുന്ന 2 പേപ്പേഴ്സും മാത്സിനും ജിയോളജിക്കും ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് 2 ലാബ് വെച്ചിട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മൾക്ക് മെയിൻലി വരുന്ന കോമ്പിനേഷൻസ്. നമുക്ക് 11 കോമ്പിനേഷൻസ് ആണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ബോട്ടണി, കെമിസ്ട്രി, ജിയോളജി, ബോട്ടണി, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ജിയോഗ്രഫി, ജിയോളജി, ബോട്ടണി, ജിയോഗ്രഫി, സുവോളജി, കെമിസ്ട്രി, ജിയോഗ്രഫി, ജിയോളജി, കെമിസ്ട്രി, ജിയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, സുവോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ജിയോഗ്രഫി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ജിയോഗ്രഫി, ജിയോളജി, സുവോളജി, ജിയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്. ഈ 11 കോമ്പിനേഷൻസ് ആണ് നമുക്ക് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയത് തന്നെ നമ്മുടെ ഓരോ സബ്ജക്റ്റിനും ടോട്ടലായിട്ട് എത്ര ക്രെഡിറ്റ് വരും എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ടു 4 ഇപ്പൊ കെമിസ്ട്രി പേപ്പർ എടുക്കുവാണെങ്കിൽ അതിനകത്ത് 2 പേപ്പേഴ്സ് ആണ് വരുന്നത്. 4 ക്രെഡിറ്റ് വെച്ചിട്ട് ആ 2 പേപ്പേഴ്സും 2 ലാബും വരുന്നുണ്ട്. അപ്പൊ ടോട്ടലി നമുക്ക് അവിടെ 12 ആണ് ടോട്ടൽ കോർ ക്രെഡിറ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിക്ക്. മാത്സിന് വരുമ്പോഴേക്കും 8 ക്രെഡിറ്റ്, ഫിസിക്സിന് 12 ക്രെഡിറ്റ്, സുവോളജിക്ക് 12 ക്രെഡിറ്റ്, ബോട്ടണിക്ക് 12 ക്രെഡിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇയർ കോഴ്സസിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, സബ്ജക്റ്റ് നമ്മൾ ബ്ലോക്കും യൂണിറ്റ്സും ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലെന്താണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മൾ കെമിസ്ട്രി ആണ് നോക്കുന്നത്. കെമിസ്ട്രിയിൽ BCHCT 131 അറ്റോമിക് സ്ട്രക്ചർ, ബോണ്ടിങ്, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോകാർബൺസ് 4 ക്രെഡിറ്റ് വരുന്ന പേപ്പർ ആണ്. ഇതിൽ നമുക്ക് ആകെ 4 യൂണിറ്റ് ബ്ലോക്സ് ആണ് വരുന്നത്. 4 ബ്ലോക്സിൽ ആകെ നമുക്ക് ടോട്ടല് 19 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, ആ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് അറ്റോമിക് സ്ട്രക്ചർ ആണ്. അറ്റോമിക് സ്ട്രക്ചറിൽ നമുക്ക് ബോർ തിയറി വരുന്നുണ്ട്, ഡ്യുവൽ ബിഹേവിയർ, ക്വാണ്ടം അപ്രോച്ച്, ഹൈഡ്രജൻ ആറ്റം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് വരുമ്പോഴേക്കും അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, വാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഇനി ഫണ്ടമെന്റൽസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ തന്നെ 1, 2, 3 വരും, സ്ട്രക്ചർ റിലേറ്റിവിറ്റി വരും, റിയാക്ഷൻസും ഇന്റർമീഡിയറ്റ്സും വരുന്നുണ്ട്. ഹൈഡ്രജനിലേക്ക് വരുമ്പോഴേക്കും ആൽക്കീൻസ്, ആൽക്കൈൻസ്, ആ കൈൻഡ് ഓഫ് ഇതാണ് വരുന്നത്. ആൽക്കൈൻ, ആൽക്കൈൻസ് ഒക്കെയാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഈ BCHCT 131 4 ബ്ലോക്സും 19 യൂണിറ്റ്സും സബ് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 19 യൂണിറ്റ്സും ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് BCHCT 133 കെമിക്കൽ, എനർജറ്റിക്, ഇക്വിലിബ്രിയം ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓർഗാനിക് കെമിസ്ട്രി 1 നമുക്ക് വരുന്നത് എനർജറ്റിക്സ്. നമുക്ക് ആകെ 4 ബ്ലോക്സും 19 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇതിൽ എനർജറ്റിക്സിൽ വരുന്നത് ബേസിക് ആസ്പെക്ട്സ്, ഫസ്റ്റ് ലോ ഇക്വിലിബ്രിയത്തിൽ വരുന്നത് കെമിക്കൽ ഇക്വേഷൻ 1 and 2, ആനിക് ഇക്വേഷൻ 1 and 2 and 3 വരുന്നുണ്ട്. അരോമാറ്റിക്സ് നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് അരോമാറ്റിക്സ്, റിയാക്ഷൻസ് 1 and 2, ആൽക്കൈൽ ഹാൽഡിഹൈഡ്സ്, പിന്നെ ഓക്സിജൻ കോമ്പൗണ്ട്സിലേക്ക് ആൽക്കഹോൾ, പിന്നെ ഫിനോൾസ്, അങ്ങനെയുള്ളതാണ്. നമുക്ക് ആകെ 19 എണ്ണമാണ് വരുന്നത്. ഓക്കെ, ഈ 19 അപ്പൊ 4 ബ്ലോക്സ് ആയിട്ടും അതിനെ നമ്മൾ എഗെയിൻ സബ് ഡിവൈഡ് ചെയ്തിട്ട് 19 യൂണിറ്റ്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
4 ക്രെഡിറ്റ് ആണ് വരുന്നത്. ഇനി നമ്മൾ മാത്സിലേക്ക് വരുമ്പോഴേക്കും മാത്സിൽ നമുക്ക് 5 ബ്ലോക്സ് ആണ് കാൽക്കുലസിൽ. BMT C131 കാൽക്കുലസിൽ നമുക്ക് 5 ബ്ലോക്സ് ഉണ്ട്. ആകെ 20 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റില് നമുക്ക് സെറ്റ്സ് വരുന്നുണ്ട്, ഫങ്ഷൻസ് വരുന്നുണ്ട്, 2D കോഡ്സ് വരുന്നുണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ്, പോളിനോമിയൽസ്. ഇനി ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയിൽ റിയൽ നമ്പേഴ്സ്, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി. തേർഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഇന്റഗ്രേഷൻ ടു ഡിഫറൻസിയേഷൻ, മോർ ഡെറിവേറ്റീവ്, ഹയർ ഓർഡേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇനി ഡിഫറൻഷ്യൽ കാൽക്കുലസിലേക്ക് വരുമ്പോൾ ഇന്റർമീഡിയറ്റ്സ്, അപ്സ് ആൻഡ് ഡൗൺസ്, കർവേച്ചർ, അസിംപ്റ്റോസ്, കർവ് ട്രാക്കിംഗ്. പിന്നെ നമുക്ക് ഇന്റഗ്രേഷനിലേക്ക് വരുമ്പോഴേക്കും ഇൻട്രൊഡക്ഷൻ ടു ഇന്റഗ്രേഷൻ, മെത്തേഡ്സ്, റിഡക്ഷൻ ഫോംസ്, ആപ്സ് ഓഫ് ഇന്റഗ്രേഷൻസ് ഒക്കെയാണ് വരുന്നത്. ആൻഡ് മാത്തമാറ്റിക്സിൽ തന്നെ നമുക്ക് സെക്കൻഡ് പേപ്പർ വരുന്നത് BMT C132 ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് R2 ആൻഡ് നമുക്ക് ആകെ 4 ബ്ലോക്സ് വരുന്നുണ്ട്. 4 ബ്ലോക്സിലായിട്ട് 17 യൂണിറ്റ് ആണ് വരുന്നത്. ദെൻ അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് R2 and R3 functions ആണ്. R2 and R3 limits of continuity, first order partial differential equation, higher order partial differential equation, chain rules. പിന്നെ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോഴേക്കും ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സോൾവിംഗ് ഓഫ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഡിഗ്രീസ്. Then higher orders ordinary differential equation, higher order linear methods വരുന്നുണ്ട്, variable coefficients വരുന്നുണ്ട്, differential operators വരുന്നുണ്ട്. Then first order partial differential equation like simultaneous equations, total differential equations, linear partial differential equation, first order partial differential equations. ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ 2 സബ്ജക്ട്സിൽ നമുക്ക് 4 ബ്ലോക്സ് വെച്ചിട്ടാണ് വരുന്നത്. ഒരു സബ്ജക്ട് നമുക്ക് BPHCT131 മെക്കാനിക്സിലേക്ക് വരുമ്പോഴേക്കും 4 ബ്ലോക്സ് ആണുള്ളത്. 4 ബ്ലോക്സ് എന്ന് പറയുന്നത് 4 ബ്ലോക്സിലും കൂടി 19 യൂണിറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് നമുക്ക് വെക്ടർ മാത്സ് പ്രിലിംസിൽ വരുന്നത് വെക്ടർ ഓൾജിബ്ര 1 and 2, ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വരുന്നുണ്ട്. ന്യൂട്ടൺസ് ലോ, അപ്ലൈയിങ് ലോസ്, ഗ്രാവിറ്റേഷൻ, ലീനിയർ മൊമെന്റം, വർക്ക് ആൻഡ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ ആൻഡ് കൺസർവേഷൻസ്, കൈനറ്റിക്സ്, ഡൈനാമിക്സ്, സെൻട്രൽ ഫോഴ്സസ്, മെനി പാർട്ടിക്കിൾസ്, കൺസർവേഷൻ ലോസ്, സിമ്പിൾ ഹാർമോണിക്, സൂപ്പർപോസിഷൻ, ഡാംഡ് ഓസിലേഷൻസ് ഒക്കെയാണ് വരുന്നത്. വേവ്. ദെൻ നമുക്ക് ഫിസിക്സിൽ BPHCT133ലേക്ക് വരുമ്പോഴേക്കും ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആണ് പേപ്പർ വരുന്നത്. ഇതിൽ നമുക്ക് 4 ബ്ലോക്സ്, വെക്ടർ അനാലിസിസ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മീഡിയം ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിസം. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോന്നിലും സ്കേലാർ ഫീൽഡ്, വെക്ടാർ ഫീൽഡ്, ലീനിയർ ഇന്റഗ്രൽസ്, സർഫസ് ആൻഡ് വോളിയം ഇന്റഗ്രൽസ്, പിന്നെ ഫോഴ്സ് ആൻഡ് ഫീൽഡ്. ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോഴേക്കും ഫോഴ്സ് ആൻഡ് ഫീൽഡ്, ഗോസസ് ലോ, ആപ്സ് ഓഫ് ഗോസസ് ലോ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, പിന്നെ മീഡിയം ആൻഡ് മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആകെ 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ്, കപ്പാസിറ്റേഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്സ്, ആംബിയേഴ്സ് ലോസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ EM ഇൻഡക്ഷൻ, മാക്സ്വെൽസ് ഇക്വേഷൻസ്, EM വേവ്സ് പ്രൊപ്പഗേഷൻസ് ഒക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സുവോളജിയിലേക്ക് വരുമ്പോൾ നമുക്ക് BZYCT131 അനിമൽ ഡൈവേഴ്സിറ്റി ആണ്. ഇതിൽ നമുക്ക് 4 ബ്ലോക്സ് ആണുള്ളത്. നമുക്ക് അക്രോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് 4 ബ്ലോക്സിലും കൂടി 18 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് അനിമൽ ക്ലാസിഫിക്കേഷനും പിന്നെ അനിയോമാറ്റിക്സിലേക്ക് വരുമ്പോഴേക്കും എന്താണ് പ്രോട്ടോക്രോഡേറ്റ്സ്, ഇതൊക്കെയാണ് വരുന്നത്. ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക്. മാമൽസ്, ഇതൊക്കെയാണ് നമുക്ക് അനിമൽ ഡൈവേഴ്സിറ്റിയിലേക്ക് വരുമ്പോഴേക്കും വരുന്നത്. ഇനി സുവോളജിയിൽ തന്നെ BZYCT133 കോമ്പറേറ്റീവ് അനാട്ടമി ആൻഡ് ബയോളജി ഓഫ്
വെർട്ടബേറ്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് സ്കെൽട്ടൻ സിസ്റ്റംസ് നമുക്ക് ആകെ 4 ബ്ലോക്സ് ആണ്, 16 യൂണിറ്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഓരോ ബ്ലോക്സിലും അനാട്ടമി വരുന്നുണ്ട്, ഫങ്ഷണൽ അനാട്ടമി വരുന്നുണ്ട്, പിന്നെ ബയോളജിയിൽ നമുക്ക് 1, 2 വരുന്നുണ്ട്. ദെൻ അതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് സ്കെൽട്ടൽ സിസ്റ്റംസും ഡൈജസ്റ്റീവ് സിസ്റ്റംസും റെസ്പിറേറ്ററി സിസ്റ്റംസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ നെർവസ് സിസ്റ്റംസ്, സെൻസ് ഓർഗൻസ്, സെൽ ടു സെൽ, പിന്നെ പിന്നെ പ്രിൻസിപ്പിൾസ്, ഡെവലപ്മെന്റ്സ് ഓഫ് വോഗ്, ഡെവലപ്മെന്റ്സ് ഓഫ് ചിക്സ്, ഏർലി ഡെവലപ്മെന്റ്സ് ഇൻ ഹ്യൂമൻസ്, ഇതൊക്കെയാണ് ഡെവലപ്മെന്റ് ബയോളജി 1 and 2 വരുന്നത്. ദെൻ ബോട്ടണിയിൽ നമുക്ക് BBYCT 131 ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ഇതില് നമുക്ക് ആകെ വരുന്നത് 5 ബ്ലോക്സ് ആണ്, 6 ബ്ലോക്സ് വരുന്നുണ്ട്. 6 ബ്ലോക്കിലായിട്ട് നമുക്ക് 22 യൂണിറ്റ്സ് വരുന്നുണ്ട്. 6 ബ്ലോക്കിൽ 22 യൂണിറ്റ്സ്. അതിനകത്ത് യൂണിറ്റ് 1 and 2 എന്ന് പറയുന്നത് വൈറസ് ആണ് വരുന്നത്. ആൻഡ് യൂണിറ്റ് 3 and 4 ബാക്ടീരിയ, യൂണിറ്റ് 5 to 8 എന്ന് പറയുന്ന ആൽക്കൈ ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ബ്ലോക്ക് 1 ഉം 2 ഉം വരുന്നത്. ഇനി ബ്ലോക്ക് 3 ഉം 4ലേക്കും വരുമ്പോൾ ഫംഗസും ഫംഗി, യൂണിറ്റ് 9 ഫംഗി ആണ് വരുന്നത്. ഫംഗിയുടെ ഇൻട്രൊഡക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. യൂണിറ്റ് 10 to 11 എന്ന് പറയുന്നത് ട്രൂ ഫംഗീസും, പിന്നെ യൂണിറ്റ് 12 to യൂണിറ്റ് 30യിലേക്ക് വരുമ്പോഴേക്കും യൂണിറ്റ് 30 നമുക്ക് ബ്ലോക്ക് 3 to 4 എന്ന് പറയുന്നത് നമുക്ക് യൂണിറ്റ് 9 to യൂണിറ്റ് 50 ആണ് വരുന്നത്. ടൈപ്പ് സ്റ്റഡീസും എക്കോസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. ദെൻ യൂണിറ്റ് 5 and 6ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 16 to യൂണിറ്റ് 22 ആണ് യൂണിറ്റ് 5 to 6 എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എക്കോ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇൻട്രൊഡക്ഷൻ, ടൈപ്സ്, ഇവല്യൂഷൻസ്, അതൊക്കെയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അതാണ് നമ്മുടെ ബോട്ടണിയിൽ വരുന്നത്. ഓക്കെ, ദെൻ ബോട്ടണിയിൽ തന്നെ നമുക്ക് BBYCT 133 പ്ലാന്റ് എക്കോളജി ആൻഡ് ടാക്സോണമി. എക്കോ ഫാക്ടേഴ്സ് ബ്ലോക്ക് നമുക്ക് അതിനകത്ത് 4 ബ്ലോക്സ് ആണ് വരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലോക്സ് കൂടുതൽ വരുന്നത് ഈ പേപ്പറിനാണ് നമുക്ക് ബ്ലോക്സ് കൂടുതൽ വരുന്നത്. ബ്ലോക്സും യൂണിറ്റ്സും ആയിട്ട് സബ് ഡിവൈഡ് ചെയ്ത്, അപ്പൊ പോർഷൻസ് വളരെ കുറവായിരിക്കും അത്രയും യൂണിറ്റ്സ് വരുന്നത് കൊണ്ട്. പിന്നെ നമുക്ക് ബോട്ടണിയിൽ തന്നെ ബോട്ടണിയിൽ സെക്കൻഡ് പേപ്പറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് BBYCT 133 പ്ലാന്റ് എക്കോളജി ആൻഡ് ടാക്സോണമി. അതിനകത്ത് നമുക്ക് എക്കോ ഫാക്ടേഴ്സ് വരുന്നത് നമുക്ക് 4 ബ്ലോക്സ് ആണ്. ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് എക്കോ ഫാക്ടേഴ്സ്, കമ്മ്യൂണിറ്റി, പ്ലാന്റ് ടാക്സോണമി ആൻഡ് നോമിനോ കൾച്ചർ വരുന്നത്. അതിനകത്ത് നമുക്ക് 20 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു പ്ലാന്റ് എക്കോസ്, ഫാക്ടേഴ്സ്, സോയിൽസ് ആൻഡ് വാട്ടർ, ലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു കണ്ടിന്യൂറ്റി, എക്കോസിസ്റ്റം സ്ട്രക്ചേഴ്സ്, എക്കോസിസ്റ്റംസ് ഫങ്ഷനിങ്സ്, ബയോകെമിസ്ട്രി സൈക്ലിംഗ്, പിന്നെ ഇൻട്രോ ടു പ്ലാന്റ് ടാക്സോണമി. തേർഡ് ബ്ലോക്കിലേക്ക് വരുമ്പോഴേക്കും ഇൻട്രോ ടു പ്ലാന്റ് ടാക്സോണമി ആൻഡ് ഡോക്യുമെന്റേഷൻസ് വരുന്നുണ്ട്, ടാക്സോണമിക് എവിഡൻസസ്. ആൻഡ് ബ്ലോക്ക് 4ലേക്ക് വരുമ്പോഴേക്കും നമുക്ക് സയന്റിഫിക് നെയിമിങ്സ്, ബയോമെട്രിക്സ്, നമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ ലാബ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കെമിസ്ട്രിക്ക് 2 ലാബ്സ് ആണ് വരുന്നത്. ലാബിന്റെ നമുക്ക് 2 പേപ്പേഴ്സിനും 2 ലാബ്, ഫിസിക്സിനും 2 ലാബ് ഉണ്ട്, സുവോളജി ആൻഡ് ബോട്ടണിക്കും 2 ലാബ് വെച്ചിട്ടാണ് വരുന്നത്. ടോട്ടലി നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നത് നമ്മുടെ തിയറി പ്ലസ് പ്രാക്ടിക്കൽസ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് 8 തിയറി പേപ്പേഴ്സിന് 8 ക്രെഡിറ്റും ലാബ് ഉള്ളതിനാണെങ്കിൽ നമുക്ക് 4 ക്രെഡിറ്റും ആണ് ടോട്ടലി വരുന്നത്. അപ്പൊ ടോട്ടലി 12 ക്രെഡിറ്റ് ആണ് നമുക്ക് ഓരോ സബ്ജക്റ്റിനും വരുന്നത്. അസൈൻമെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള സപ്പോർട്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വാണി മാമിനെ വെൽക്കം ചെയ്യും. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡീപ്പായിട്ട് സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ നോക്കിയില്ലേ? ഏതൊക്കെ പ്രോഗ്രാം ആണ്, ആ പ്രോഗ്രാമിന്റെ അണ്ടറിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ, അതേപോലെ തന്നെ അതിന്റെ ഈ ബ്ലോക്ക്, യൂണിറ്റ് വൈസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ പ്രോഗ്രാം കംപ്ലീഷൻ ആണ്. അപ്പൊ ഇത് ഇത്രയും നമ്മുടെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ ഒരു കോഴ്സ്, ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിനകത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്? അസൈൻമെന്റും ടേം എൻഡ് എക്സാമിനേഷനും ഉണ്ട്.
അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷനും നമുക്ക് ഇയർലി ബേസ്ഡ് ആണ്. ജാൻ 26 എൻറോൾ ചെയ്തത് കൊണ്ട് നമ്മൾക്ക് എക്സാംസ് വരുന്നത് ഡിസംബർ 26 അതേപോലെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 26 തൊട്ട് നമുക്ക് ഒക്ടോബർ 31 വരെയാണ് ഡേറ്റ് വരുന്നത്. പിന്നെ എന്തെങ്കിലും ഫർദർ എക്സ്റ്റൻഷൻസ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി തരുന്നതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയാൽ തന്നെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയാൽ തന്നെ കാണാം ഒക്ടോബർ അല്ലെങ്കിൽ മാർച്ച് തൊട്ട് നിങ്ങൾക്ക് മാർച്ച് അല്ല സെപ്റ്റംബർ തൊട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് വെക്കാൻ സാധിക്കും എന്നതിലുണ്ടാവും. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തൊട്ട് നമുക്ക് ഒരു ഒക്ടോബർ വരെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരിക്കും. സ്റ്റഡി സെന്ററിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെന്റ് എങ്ങനെ എഴുതണം, എത്ര പേജസ് വേണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സ്റ്റഡി സെന്റേഴ്സ് സ്റ്റുഡൻസിനെ അറിയിക്കുന്നുണ്ടായിരിക്കും. ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന എല്ലാ ഇൻഫർമേഷൻസും ജനറൽ റൂൾ ആണ്. യൂണിവേഴ്സിറ്റി പറയുന്ന ജനറൽ റൂൾ ആണ് ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. A4 ഷീറ്റ് പേപ്പറിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 സെന്റിമീറ്ററും റൈറ്റ് സൈഡിൽ നിന്ന് 2 സെന്റിമീറ്ററും ടോപ്പും ബോട്ടും ഈക്വൽ ആയിട്ട് എടുത്ത് ബോക്സ് ആകൃതിയിലാക്കി വൺ സൈഡ് ആയിട്ട് എഴുതി പോവാം. ബോർഡർ വരയ്ക്കുന്ന രീതിയാണ് പറഞ്ഞത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 സെന്റിമീറ്റർ, റൈറ്റ് സൈഡിൽ നിന്ന് 2 സെന്റിമീറ്റർ, ടോപ്പും ബോട്ടും ഈക്വൽ ആയിട്ട് എടുത്തിട്ട് ബോക്സ് ആകൃതിയിലാക്കുക. എന്നിട്ട് വൺ സൈഡ് എഴുതി പോവാം. പേജ് നമ്പർ മസ്റ്റ് ആണ്. ഒരു അസൈൻമെന്റ് 35 to 40 പേജസ് ഒക്കെ ധാരാളമാണ്. അതിൽ കൂടുതൽ എഴുതിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. എക്സസ് ആയിട്ട് എഴുതിയാലും അല്ലെങ്കിൽ ഒരു 30, 36, 40 പേജ് എഴുതിയാലും നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം സ്കോർ എന്ന് പറയുന്നത് A അല്ലെങ്കിൽ B ഗ്രേഡ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സിസ്റ്റം ആയതുകൊണ്ട് ഒരു 80 അല്ലെങ്കിൽ 90% ഒക്കെ മാർക്ക് അസൈൻമെന്റിന് വാങ്ങിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം എഴുതി വാങ്ങിക്കുന്ന പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞാലും ശരി അസൈൻമെന്റിന് നല്ലൊരു പെർസെന്റേജ് സ്കോർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവറോൾ സ്കോറിനകത്ത് ചേഞ്ച് വരുന്നുണ്ടാവും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അസൈൻമെന്റ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതി സ്റ്റഡി സെന്ററിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. കൺഫർമേഷൻ മെയിൽ ലഭിച്ചിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും അവരുടെ സ്റ്റഡി സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരിക്കും. ബിഫോർ സബ്മിറ്റിംഗ് അസൈൻമെന്റ് എല്ലാ സ്റ്റുഡൻസും ഒരു വട്ടമെങ്കിലും സ്റ്റഡി സെന്റേഴ്സ് വിസിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ റൂൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ അസൈൻമെന്റ് വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 മന്തിനുള്ളിൽ നമുക്കത് കറക്റ്റ് ചെയ്ത് തരും എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് അനുസരിച്ച് പറയുന്നത്. അങ്ങനെ കറക്റ്റ് ചെയ്ത് മാർക്ക് ഇട്ട് കറക്റ്റ് ചെയ്ത് കിട്ടുന്ന അസൈൻമെന്റ്സിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിലവിൽ നിങ്ങളുടെ മെന്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതി പൊക്കോളാനാണ്. പക്ഷെ അസൈൻമെന്റിന്റെ തൊട്ട് മുമ്പിലായിട്ട് നമുക്ക് കുറച്ച് പേപ്പേഴ്സ് അസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഇവാലുവേഷൻ ഷീറ്റ് അല്ലെങ്കിൽ അസസ്മെന്റ് ഷീറ്റ്, നിങ്ങളുടെ പേര്, അതേപോലെ പ്രോഗ്രാമിന്റെ കോഡ്, വോയിസ് കോഡ്, ഇതെല്ലാം നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ് നമ്മളുടെ ഈ പറഞ്ഞ ഇവാലുവേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സിഗ്നൽ. അതേപോലെ തന്നെ നമ്മൾക്ക് അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു റെസിപ്റ്റ്, അക്നോളജ്മെന്റ് റെസിപ്റ്റ്, ചില സ്റ്റഡി സെന്റേഴ്സ് ഇത് അവരുടെ സെന്ററിൽ തന്നെ അവൈലബിൾ ആണ്. അല്ലാത്ത പക്ഷം സ്റ്റുഡൻസ് പ്രിന്റ് എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ അക്നോളജ്മെന്റ് റെസിപ്റ്റിനകത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സിന്റെ കോഡ്, നിങ്ങളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ, ഡേറ്റ് ഓഫ് സബ്മിഷൻ, ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് വേണം അക്നോളജ്മെന്റ് റെസിപ്റ്റ് വൺസ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്ററിന്റെ സൈഡിൽ നിന്നും സൈനും സീലും ചെയ്ത് വാങ്ങിക്കണം. മസ്റ്റായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതാണ്. 1-2 കോളേജ് ഇത് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഈ ഒരു റെസിപ്റ്റ് കൊടുക്കാറില്ല സ്റ്റുഡൻസിന്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാതെ വരിക. അല്ലാതെ മോസ്റ്റ്ലി എല്ലാ കോളേജും സ്റ്റുഡൻസിന്റെ അക്നോളജ്മെന്റ് റെസിപ്റ്റ് സൈൻ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അസൈൻമെന്റ് ഫ്രണ്ടിൽ വെക്കുന്ന പേജസ്, അസസ്മെന്റ് ഷീറ്റിനകത്ത് നിങ്ങളുടെ പ്രോഗ്രാം കോഡ്, നിങ്ങളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ, കോഴ്സ് കോഡ്, അതേപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. അസസ്മെന്റിനകത്ത് കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നമ്മൾ എഴുതേണ്ടതല്ല. ആരാണോ നോക്കുന്നത് അവരാണ് എഴുതുന്നത്. രണ്ടാമത്തെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പേജ് നമ്മൾ നോട്ട് ചെയ്ത് പറയും, പക്ഷെ അത് പേഴ്സണൽ ഡേറ്റ ഫോം എന്നാണ് പറയുന്നത്. അതിനകത്ത് നിങ്ങളുടെ പേര്, സ്റ്റുഡന്റിന്റെ പേര്, ഫോൺ നമ്പർ, അഡ്രസ്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID, പ്രോഗ്രാമിന്റെ കോഡ്, അസൈൻമെന്റിന്റെ നമ്പർ എന്നിവയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ടതാണ്. കാരണം മെന്റർ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ഒരു ബോക്സ് ആകൃതിയിലാക്കി A4 ഷീറ്റിൽ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ എഴുതി ആൻസേഴ്സ് എഴുതി പോവാം. പൊതുവെ സ്റ്റുഡൻസിന് ഡൗട്ട് വരുന്നതാണ്, എവിടെയാണ് പ്രോഗ്രാമിന്റെ കോഡ് എഴുതേണ്ടത്, സബ്ജക്റ്റിന്റെ പേര് എവിടെയാണ് എഴുതേണ്ടത്, ഞാനല്ലേ ഇത് എഴുതുന്നത്, എന്റെ പേര് എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ള ഡൗട്ടൊക്കെ നിങ്ങൾക്ക് വരും. ആ 2 കാര്യങ്ങൾ നമ്മൾ ഈ ഫസ്റ്റ് വെക്കുന്ന പേപ്പർ കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സ്ട്രാ കാര്യങ്ങളൊന്നും എഴുതണ്ട എന്ന് നിങ്ങളോട് പറയുന്നത്.
കഴിവതും ബ്ലൂ ഇങ്ക് കൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ബ്ലാക്ക് ഇങ്ക് കൊണ്ട് എഴുതിയവർ എഴുതിക്കോട്ടെ, കുഴപ്പമില്ല. ആരെങ്കിലും ഇനി തുടങ്ങാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും ബ്ലൂ ഇങ്ക് കൊണ്ട് അസൈൻമെന്റ് എഴുതുക. 1-2 സ്റ്റഡി സെന്റേഴ്സ് പറയുന്നുണ്ട് ബ്ലൂ ഇങ്ക് കൊണ്ട് അസൈൻമെന്റ് എഴുതണം എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് വൺ സൈഡ് എഴുതി പോവുക. ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അത് മാത്രം ഒബേ ചെയ്യുക. കാരണം അസൈൻമെന്റ് കറക്റ്റ് ചെയ്ത് മാർക്ക് ഇടുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റഡി സെന്റേഴ്സ് എന്തെങ്കിലും റൂൾസ് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒബേ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അസൈൻമെന്റിന്റെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈവൻ അസൈൻമെന്റിന്റെ നമുക്കൊരു മിനിമം മാർക്ക് എന്ന് പറയുന്നത് 100-ൽ 35 ആണ്. അപ്പം ഒരു ഔട്ട് ഓഫ് 100-ൽ ഒരു 35% എന്ന് പറയും. 100-ൽ 35 മാർക്കാണ് അസൈൻമെന്റിന്റെ പാസ് ആവാൻ വേണ്ടത്. ഈവൻ നമുക്കൊരു 35 സ്കോർ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. മാക്സിമം എഴുതുന്ന വൺ ടൈമിലാണ് എഴുതുക. എഴുതി നല്ല സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അസൈൻമെന്റ് എഴുതേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം മാക്സിമം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു ഒരു 80 എബോവ് സ്കോർ അസൈൻമെന്റ് നേടാനായിട്ട് ശ്രമിക്കുക. ടേം എൻഡ് എക്സാമിനേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ വർഷത്തിൽ 2 തവണയാണ് യൂണിവേഴ്സിറ്റി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്, ഡിസംബറിലും ജൂണിലുമായിട്ട്. നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എക്സാം വരുന്നത് ഡിസംബർ 26-ലാണ്. ഈവൻ നിങ്ങൾക്ക് ഡിസംബറിൽ എക്സാം എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾക്കുള്ളത് ജൂൺ 27 ആണ്. അപ്പൊ ഡിസംബർ 2026 നിങ്ങൾക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിലെ എക്സാമിന് രജിസ്റ്റർ ചെയ്യണം. സെപ്റ്റംബർ ടു ഒക്ടോബറിനുള്ളിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഡിസംബറിൽ എക്സാം എഴുതണം. അതേപോലെ ഡിസംബറിൽ എക്സാം എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ജൂൺ ആണ്. ജൂണിൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർച്ചിൽ തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് ഏപ്രിലിനുള്ളിൽ അസൈൻമെന്റ് വെച്ചിട്ട് വേണം ജൂണിൽ എക്സാം എഴുതാനായിട്ട്. അതേപോലെ എക്സാമിന്റെ മിനിമം പെർസെന്റേജ് എന്ന് പറയുന്നത് 35 ആണ്. അസൈൻമെന്റ്സിന്റെ കൂട്ട് തന്നെ 35% ആണ് മിനിമം വേണ്ടത്. 35%, 100-ൽ 35 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നെങ്കിൽ റീ അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും. അസൈൻമെന്റിൽ നിങ്ങൾക്ക് 80 എബോവ് സ്കോർ കിട്ടി, എഴുതിയ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 25 അല്ലെങ്കിൽ 30-ൽ താഴെയാണ് സ്കോർ വന്നെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് റിപ്പീറ്റ് ചെയ്യേണ്ട, എക്സാംസ് മാത്രമായിട്ട് നെക്സ്റ്റ് ടൈം എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. എക്സാം സെന്റർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇന്ത്യക്കകത്ത് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ എവിടെയാണോ ഉണ്ടായിരിക്കുക, ടെന്റേറ്റീവ് ഷീറ്റ് ഒക്കെ നേരത്തെ തന്നെ വരാറുണ്ട്. 2-3 മാസം മുമ്പ് തന്നെ ടെന്റേറ്റീവ് ഷീറ്റ് വരാറുണ്ട്. ഇപ്പൊ ജൂൺ 2026-ലെ എക്സാമിന്റെ ടെന്റേറ്റീവ് ഷീറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ടെന്റേറ്റീവ് ടൈം ടേബിൾ അവൈലബിൾ ആണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ഡേറ്റ് മനസ്സിലാക്കി നിങ്ങളുടെ ലീവോ കാര്യങ്ങളോ ഒക്കെ മാർക്ക് ചെയ്യാം. ആ ഒരു ടൈം എക്സാമിന്റെ ടൈം പീരീഡിൽ നിങ്ങൾ എവിടെയായിരിക്കുമോ അവിടെ നിങ്ങൾക്ക് സെന്റർ ആയിട്ട് ചൂസ് ചെയ്യാം. സ്റ്റഡി സെന്റേഴ്സ് അല്ല എക്സാം സെന്റർ. എക്സാം സെന്ററും സ്റ്റഡി സെന്ററും രണ്ടും രണ്ടാണ്. ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ ഒറ്റ സെന്ററിൽ മാത്രമേ എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. 8 പേപ്പർ ഉണ്ടെങ്കിൽ 4 പേപ്പർ ഒരിടത്ത്, 4 പേപ്പർ വേറെടുത്ത്, അങ്ങനെ സാധിക്കത്തില്ല. ഏതെങ്കിലും ഒരൊറ്റ സെന്ററിലായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നുണ്ടാവുക. പിന്നെ ഉള്ളത് ജില്ലാ അടിസ്ഥാനത്തിൽ എക്സാം സെന്റേഴ്സ് അവൈലബിൾ ആണ്. സ്റ്റഡി സെന്റേഴ്സ് ഇല്ല എങ്കിലും എക്സാം സെന്റേഴ്സ് എല്ലാ ജില്ലയിലും ഒരെണ്ണമെങ്കിലും വെച്ച് ലഭിക്കുന്നതാണ്. അപ്പൊ എക്സാമും അതേപോലെ ടേം ആൻഡ് എക്സാമിനേഷന്റെയും കാര്യങ്ങൾ ക്ലിയർ, അതേപോലെ അസൈൻമെന്റ്സിന്റെയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇഗ്നുവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ കയറുക, ഒഫീഷ്യൽ ലിങ്കിൽ ജോയിൻ ചെയ്യുക. അതിൽ ജസ്റ്റ് നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് സ്റ്റുഡന്റ് സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. സ്റ്റുഡന്റ് സർവീസിനകത്ത് നിന്നും അസൈൻമെന്റ് ഡൗൺലോഡ്സ് എടുക്കുക. ഡൗൺലോഡ്സ് എടുത്തതിന് ശേഷം അവിടെ അസൈൻമെന്റ് എന്നൊരു ലിസ്റ്റ് കാണാം. അതിലെ ന്യൂ അസൈൻമെന്റ് പോർട്ടൽ എടുക്കുക. ന്യൂ അസൈൻമെന്റ് പോർട്ടലിനകത്ത് നിങ്ങളുടെ കോഴ്സ് കോഡ്, നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കോഴ്സ് കോഡ് അവിടുത്തെ സെർച്ച് ബട്ടണിൽ കൊടുത്താൽ ഈ സെക്കൻഡ് ഇമേജിൽ കാണുന്നത് പോലെ നമ്മളുടെ ഓരോ കോഴ്സിന്റെയും വാലിഡിറ്റി കാണിക്കുന്ന രീതിയിൽ വാലിഡിറ്റിക്കകത്ത് നമ്മളുടെ ബാച്ച്, നമ്മളിപ്പോ ജാൻ 26 ആണ്, ജാൻ 26 ബാച്ച് മെൻഷൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഓപ്പൺ ചെയ്ത് അതിന്റെ വാലിഡിറ്റി തേർഡ് ഇമേജിൽ കാണുന്ന പോലെ ഫയൽ ഓപ്പൺ ചെയ്ത് വാലിഡിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ടേക്ക് അവേ, ഈ ഒരു സെഷനിൽ നമ്മൾ ഈ ഒരു BCM എന്ന് പറയുന്ന സബ്ജക്റ്റും അതിനകത്ത് വരുന്ന കോഴ്സസും ആ കോഴ്സസിനകത്ത് വരുന്ന ബ്ലോക്ക് യൂണിറ്റ് വൈസ് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ക്രെഡിറ്റ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. തിയറി പേപ്പറിന്റെയും അതേപോലെ ലാബ് പേപ്പറിന്റെയും നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം കംപ്ലീഷന്റെ ഭാഗം
ആയിട്ടുള്ള എക്സാം ടേം ആൻഡ് എക്സാമിനേഷന്റെ അസൈൻമെന്റിന്റെ ഭാഗങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ റിസോഴ്സ് മാപ്പിംഗ് ആണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവൈലബിൾ ആണ് ആപ്ലിക്കേഷനകത്ത്, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ PYQA ഉണ്ട്, അതേപോലെ തന്നെ റെക്കോർഡ് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്, അതേപോലെ ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്, വാല്യൂ ആഡഡ് നോട്ട് നമുക്ക് അവൈലബിൾ ആണ്. PYQA എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. പരീക്ഷയോട് അടുത്ത് വരുമ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെയും PYQA അതേപോലെ തന്നെ എക്സാം ഗൈഡ് ബുക്ക് നമുക്ക് ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. അടുത്തത് നമുക്ക് ന്യൂ ഹൊറിസോൺ ആണ്. നേരത്തെ ഫസ്റ്റ് ഒരു സെഷൻ തൊട്ട് ഈ ഒരു സെക്ഷൻ വരെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ആരെങ്കിലും പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെന്ററെ കണക്ട് ചെയ്ത് മസ്റ്റ് ആയിട്ട് ഈ ഒരു ന്യൂ ഹൊറിസോൺ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും നിങ്ങളുടെ മെന്ററിന്റെ സൈഡിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സെഷനെ പറ്റിയിട്ടാണ്. ലാസ്റ്റ് നമ്മുടെ ഫൈനൽ സെഷനകത്ത് നമ്മൾ പ്രോഗ്രാം വൈസ് ആണ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഇതേപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ബാച്ച്മേറ്റ്സ് ആരൊക്കെയാണെന്നും അവരോടൊപ്പം കുറച്ച് ഫണ്ണായിട്ട് ഒരു ഫൺ എലമെന്റ്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ ആസ്വദിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന സെഷനാണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആ ഒരു സെഷനിലും നിങ്ങൾ തുടരുക. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.